ഹലോ നമസ്കാരം, ഞാൻ സജിനി റിജി. സജിനിഹിറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസങ്ങളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കാരണങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അൺബോക്സിങ് വീഡിയോ ആണെന്ന്. അപ്പം നമുക്ക് ആ റോസൊക്കെ എങ്ങനെയുണ്ട്, അത് നല്ല അതിന് വല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 5 പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിന് എങ്ങനെ ഇത് നല്ലതായിട്ടാണോ പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത്, എന്തെങ്കിലും കേടുപാടുകളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കി, ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ട്രാവൻകൂർ ഗാർഡൻസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാട്ടാക്കടയിലാണ് അവരുടെ ഈ ഗാർഡൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമേ. ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണേ. ഇതിൻ്റെ ഈ പാസ്റ്റൊക്കെ നമുക്കൊന്ന് കണ്ടുവെച്ചെടുക്കാം. ഇപ്പം നല്ല ചൂടല്ലേ, ചൂട് സമയത്തൊക്കെ ഇത് നമ്മൾ ചെവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. നമുക്കിവിടെ ഒന്ന് കണ്ടിക്കാതെ നമ്മളന്ന് പറഞ്ഞിരുന്ന എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ റോസുകളെല്ലാമേ. അപ്പം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് കമ്പ് കട്ട് ചെയ്ത് കിളിപ്പിച്ച പ്ലാന്റ്സുകളൊക്കെയാണ് ഇത്. ഇപ്പം നോക്കിയേ, ഇത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഒരു ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിന് ഒന്നും പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ചെടിയാണെന്ന് ഏത് റോസാണെന്നും അങ്ങോട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എനിക്ക് കൊള്ളാം ഒന്നാമത്തെ. അപ്പം നോക്കി, അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. ഇതിന് ഈ ഓർക്കിഡ് റോസിന് മുള്ളുകളെന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത റോസാണ്. ഇത് നല്ലൊരു പ്ലാന്റ്സ് ആണ്. അപ്പം അടുത്ത പ്ലാന്റ് നമുക്ക് കാണുമ്പം ചില പ്ലാന്റ്സ് അറിയാമല്ലോ. അടുത്ത ഈ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരി വൈറ്റ് റോസ്, അതാണിത്. ഒത്തിരി വൈറ്റ് റോസൊക്കെ ഉണ്ടാകുന്ന ഇത് ഉണ്ടോ. ഇതിനും അങ്ങനെ അധികം മുള്ളൊന്നും ഇല്ലാത്തതാണ്. നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്ലാന്റ്സ്. അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഇലകളൊക്കെ ചെറിയ ഇലകളാണ്, ഇതിൻ്റെ ഇലകളാണ്. ഇതാണ് വൈറ്റ് കമ്മൽ റോസ് എന്ന് പറയുന്നത്, ചെറിയ ചെറിയ ക്രിക്കറി റോസ്. ഇത് നിറച്ചും വൈറ്റ് പൂവുണ്ടാകുന്നതാണ്. നോക്കി, നല്ലതായിട്ട് പിടിച്ചു കിട്ടിയാൽ നല്ല പ്ലാന്റ്സ് ആയിരിക്കും. അപ്പം ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയത്തില്ല എനിക്ക് കേട്ടോ. എനിക്കൊന്ന് ഓറഞ്ച് കളറിലുള്ള പൂവാന്ന് തോന്നുന്നു ഇതിന്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് കിട്ടിയത്. ഒന്നിനും ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കിയേ, ഇത് നമുക്ക് ഈ നല്ല വെയിലത്ത് നമുക്കിതൊക്കെ പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഞാനിത് ഒരു 2 മാസമോളമായി ഇത്
ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് റോസ് പ്ലാന്റ്സ് എല്ലാം കിട്ടിയത് വളരെയധികം സന്തോഷമായി. അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇനി നമുക്ക് ചെറിയ പോട്ടിനകത്ത് നമുക്കിതെല്ലാം കുഴിച്ച് വെക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.